ഒരു ക്ഷേത്രത്തിൽ ഇനി കാണാനുള്ളത് ശക്തിപീഠങ്ങളിലൊന്നായ ഭദ്രകാളി ക്ഷേത്രവും സ്ഥാണുകേശ്വർ ക്ഷേത്രവുമാണ്. ശിവൻ ഭൂമിയിൽ ആദ്യമായി അവതരിച്ചത് സ്ഥാണുകേശ്വർ എന്ന സ്ഥലത്തായിരുന്നു എന്നാണ് വിശ്വാസം. അത് പിന്നീട് താനേസർ എന്നായി മാറി. അതിനടുത്തു തന്നെയാണ് ഹർഷവർദ്ധനൻ എന്ന രാജാവിന്റെ കൊട്ടാരാവശിഷ്ടങ്ങൾ ഖനനം ചെയ്തെടുത്തിരിക്കുന്നത്. അവിടേക്കാണ് ഈ യാത്ര. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 2 കിലോമീറ്ററും ബ്രഹ്മസരോവരത്തിൽ നിന്നും 3 കിലോമീറ്ററുമാണ് ഇവിടേക്ക് ദൂരം. സതീദേവിയുടെ ആത്മാഹുതിക്ക് ശേഷം ശിവൻ സതീദേവിയുടെ ശരീരം ചുമന്ന് താണ്ഡവമാടിയതും മഹാവിഷ്ണു ആ ശരീരം ചക്രായുധത്താൽ ഖണ്ഡിച്ചതുമെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ആ ശരീരഭാഗങ്ങൾ 52 സ്ഥലങ്ങളിലായി പതിച്ച് ശക്തിപീഠങ്ങളായി അറിയപ്പെട്ടു. സതീദേവിയുടെ വലതു കാൽപാദം പതിച്ചത് ഇവിടെ താനേസറിലുള്ള ഒരു കിണറിലായിരുന്നു. അവിടമാണ് പിന്നീട് ദേവികു ഭദ്രകാളി മന്ദിർ എന്ന പേരിൽ പ്രശസ്തമായി മാറിയത്. ഇവിടെ നിന്നും ഇടതു തിരിഞ്ഞാൽ മഹാദേവ ക്ഷേത്രവും വലതു തിരിഞ്ഞാൽ ഭദ്രകാളി ക്ഷേത്രവുമാണുള്ളത്. ഈ കാണുന്ന ശക്തിദ്വാർ എന്ന കവാടത്തിലൂടെയാണ് അങ്ങോട്ടേക്കുള്ള വഴി. ഇതിലൂടെ അല്പദൂരം പോയി റോഡിന് വലതുവശത്തായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ക്ഷേത്രത്തിലെ പാർക്കിങ്ങിലേക്കുള്ള കവാടം. ഇതാണ് ദേവികു ഭദ്രകാളി മന്ദിർ എന്ന ശക്തിപീഠം. സതീദേവിയുടെ വലതു കാൽപാദം പതിച്ച കിണറാണിത്. പ്രതീകാത്മകമായി ഈ കിണറിനു മുകളിൽ ഒരു താമരയിൽ വലതുപാദം നിർമ്മിച്ചു വച്ചിരിക്കുന്നു. ഈ കിണറിന് ചുറ്റും ധാരാളം ചെറിയ കുതിരകളുടെ പ്രതിമകൾ കാണാം. മഹാഭാരത യുദ്ധത്തിന് മുൻപ് പാണ്ഡവർ താനേസറിൽ വന്ന് ക്ഷേത്ര ദർശനങ്ങൾ നടത്തിയിരുന്നു. ആ സമയം അവർ ഇവിടെയുണ്ടായിരുന്ന പഴയ ഭദ്രകാളി ക്ഷേത്രത്തിലും വന്ന് ദേവീകൃപയ്ക്കായി പൂജകൾ നടത്തി. യുദ്ധം ജയിച്ചതിനു ശേഷവും അവർ കൃഷ്ണനോടൊപ്പം എത്തി തങ്ങളുടെ കുതിരകളെ ഇവിടെ ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ചു. അത് ഒരു വഴിപാടായി ഇന്നും തുടർന്നു പോരുന്നു. ഇന്ന് ജീവനുള്ള കുതിരകളെയല്ല, ഇത്തരം കുതിരകളുടെ ചെറിയ രൂപങ്ങളാണ് ഭക്തർ സമർപ്പിക്കുന്നത് എന്നു മാത്രം. ആഗ്രഹങ്ങൾ ദേവിക്ക് സമർപ്പിച്ച് ഇങ്ങനെ നൂൽ ചുറ്റുന്നതും ഉത്തരേന്ത്യയിൽ ഒരു ആചാരമാണ്. ആഗ്രഹം സാധിച്ചതിനു ശേഷം വന്ന് നൂലഴിക്കുന്നു. അത് അവനവൻ കെട്ടിയ നൂൽ തന്നെ ആവണം എന്നില്ല. പരാശക്തിയുടെ ഭദ്രകാളി രൂപമാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ധാരാളം ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ ദിവസവും എത്തുന്നുണ്ട്. നവരാത്രി കാലമാണ് ഏറ്റവും തിരക്ക് അനുഭവപ്പെടുന്നത്. ദേവിയുടെ വക്ഷസ് വീണ ചന്ദ്രബദരി ക്ഷേത്രത്തെ പറ്റിയുള്ള ഒരു വീഡിയോ മുൻപ് ചെയ്തിരുന്നു. ഹിമാലയത്തിലെ ചന്ദ്രകൂട പർവ്വതത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ ക്ഷേത്രത്തെ പറ്റിയുള്ള വീഡിയോ കണ്ടുകാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് ഭദ്രകാളി പ്രതിഷ്ഠ. മനോഹരമായി കൊത്തുപണികൾ ചെയ്ത വാതിലാണ് ശ്രീകോവിലിന്. ഉള്ളിൽ വെള്ളി കൊണ്ടുള്ള ഒരു മണ്ഡപത്തിലാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പ്രധാന ഗർഭഗൃഹത്തിന് ചുറ്റുമായി വേറെയും ദേവീപ്രതിഷ്ഠകളുണ്ട്.
വീണാവാദിനിയായ വാഗ്ദേവത സരസ്വതി ദേവിയാണിവിടെ. അതിനപ്പുറം ലക്ഷ്മി ദേവിയുടെ പ്രതിഷ്ഠ. രാധാകൃഷ്ണൻ, വിരാട് രൂപം, സീതാരാമൻ, ശിവപാർവതിമാർ ഇതെല്ലാമാണ് ഈ ഹാളിൽ. ഭക്തർക്ക് ഇരുന്നു പ്രാർത്ഥിക്കുവാനും ഭജന നടത്തുവാനുമുള്ള സൗകര്യവും ഈ ഹാളിലുണ്ട്. ഇടതുവശത്തായുള്ള ഈ ചവിട്ടുപടികൾ കയറി എത്തുന്നത് മുകൾ ഭാഗത്തെ നിലയിലുള്ള ചില പ്രതിഷ്ഠകളിലേക്കാണ്. ഇവിടെ ഒരു ശിവലിംഗ പ്രതിഷ്ഠയാണുള്ളത്. എല്ലാ ദേവീക്ഷേത്രങ്ങളിലും ഒരു ശിവസാന്നിധ്യം ഉണ്ടായിരിക്കും. അതുപോലെ എല്ലാ ശിവക്ഷേത്രങ്ങളിലും ദേവീ സാന്നിധ്യവും. പഴങ്ങളുടെ മധുരമൂറുന്ന ഗന്ധത്തിൽ ആകൃഷ്ടരായി നിറയെ തേനീച്ചകൾ പറന്നു നടക്കുന്നു. ചക്രവ്യൂഹത്തിന്റെ ഒരു ചിത്രം ഈ മണ്ഡപത്തിൽ വരച്ചു വച്ചിരിക്കുന്നു. മുകളിൽ എഴുതിയും വെച്ചിട്ടുണ്ട്. എന്നാൽ ഇത് ചതുരാകൃതിയിലാണ് വരച്ചിരിക്കുന്നത്. മാതാ വൈഷ്ണവ് ദേവിയുടെ പ്രതിഷ്ഠയാണിത്. സതിയുടെ ശരീരവുമായി താണ്ഡവമാടുന്ന ശിവനെയും ഗരുഡാരൂഢനായ മഹാവിഷ്ണുവിനെയും ചിത്രീകരിച്ചിരിക്കുന്നു. തിരക്ക് നിയന്ത്രിക്കാനായി കൈവരികൾ സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത് കാണാം. നമ്മൾ നേരത്തെ കണ്ട കിണറാണിത്. ഇതാണ് ക്ഷേത്രത്തിന്റെ മുകൾ ഭാഗം. ഇവിടെ നിന്നും താഴെയുള്ള കിണർ വ്യക്തമായി കാണാം. പടികളിറങ്ങി താഴെ എത്തിയാൽ ഇടതുവശത്തായി ഒരു ഇരുനില കെട്ടിടം കാണാം. താഴെ അന്നദാന ഭവനവും മുകളിൽ സത്സംഗ് ഭവനവുമാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെയും ഒരു ആൽമരമുണ്ട്. പേരാലാണ് ഇവിടെ ക്ഷേത്രങ്ങളിൽ കൂടുതലായും കാണപ്പെടുന്നത്. അതിയായ തിരക്കുള്ള സമയം ഈ വരികളിലൂടെ കടന്നു വേണം ക്ഷേത്രത്തിലെത്താൻ. ഭദ്രകാളി ക്ഷേത്രത്തിന് അടുത്തു തന്നെയായി ഒരു ശനിദേവന്റെ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. ശനിദേവന്റെയും നവഗ്രഹങ്ങളുടെയും ഇത്തരത്തിലുള്ള ഒരു പ്രതിഷ്ഠ ആദ്യമായാണ് കാണുന്നത്. ഗോളാകൃതിയിലുള്ള ശനിഗ്രഹത്തിന്റെ രൂപവും തൂക്കിയിട്ടിരിക്കുന്നു. രാശികളെപ്പറ്റിയും രാശി സ്വഭാവങ്ങളെപ്പറ്റിയും ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നു. ശനിദേവ ക്ഷേത്രത്തിനടുത്ത് ഒരു പഴയ ശിവലിംഗ പ്രതിഷ്ഠയുമുണ്ട്.
ഭൂനിരപ്പിൽ നിന്നും അല്പം താഴ്ന്നാണ് ഈ പ്രതിഷ്ഠ. നല്ലൊരു ടോയ്ലറ്റ് ഫെസിലിറ്റിയും ഇവിടെ ക്ഷേത്ര കോംപ്ലക്സിലുണ്ട്. തിരക്ക് അധികമുള്ള സമയങ്ങളിൽ ചെരുപ്പുകൾ സൂക്ഷിക്കുവാനും പാർക്കിങ്ങിനുമായുള്ള സ്ഥലമാണിത്. അടുത്ത യാത്ര താനേസർ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ്. പല ചെറിയ ക്ഷേത്രങ്ങളും അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്കുണ്ട്. ഒരു സന്യാസി സമൂഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ശിവക്ഷേത്രമാണിത്. സാമാന്യം വലിപ്പമുള്ള ഒരു ഗോശാല ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് മറ്റൊരു മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ്. 100 വർഷങ്ങൾക്കുള്ളിൽ വന്നിട്ടുള്ള ക്ഷേത്രങ്ങളാണ് ഇതെല്ലാം. ഇതാണ് നമ്മൾ അന്വേഷിച്ചു വന്ന സ്ഥാണുകേശ്വർ മഹാദേവ ക്ഷേത്രം. 48 കോശം വരുന്ന കുരുക്ഷേത്ര ഭൂമിയുടെ ഒത്ത നടുക്കാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് കാണപ്പെടുന്ന ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത് മറാഠ പേഷ്വമാരാണ്. വേദവ്യാസരചിതമായ വാമനപുരാണം അനുസരിച്ച് ഇവിടെ 1000 ശിവലിംഗങ്ങൾ ഉണ്ടായിരുന്നു. ഭൂമിയിൽ ആദ്യമായി പരമശിവൻ അവതരിച്ചത് ഇവിടെയായിരുന്നു എന്നതിനാലാണ് സ്ഥാണുകേശ്വർ എന്ന നാമം വന്നത്. അത് സ്ഥാനേശ്വരും പിന്നീട് താനേശ്വറുമായി മാറി. ആദ്യമായി ശിവന്റെ സാന്നിധ്യവും അടയാളവുമായി ശിവലിംഗാരാധന തുടങ്ങിയത് ഈ ക്ഷേത്രത്തിലായിരുന്നു എന്നാണ് വിശ്വാസം. ദധീചി മഹർഷിയും വിശ്വാമിത്ര മഹർഷിയും ഇവിടെ തപസ്സനുഷ്ഠിച്ചിരുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിന് മുൻപ് ശ്രീകൃഷ്ണനും പാണ്ഡവരും ഈ ക്ഷേത്രത്തിലെത്തി ശിവാരാധന നടത്തി എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത്. 1761 മൂന്നാം പാനിപ്പത്ത് യുദ്ധത്തിനായി എത്തിയ സദാശിവറാവു ഭാവു എന്ന പേഷ്വയുടെ സൈന്യാധിപനാണ് ഇവിടെ ക്ഷേത്രത്തിലെത്തി പൂജാതി കർമ്മങ്ങൾ നടത്തി ക്ഷേത്ര വികസനത്തിന് തുടക്കമിട്ടത്. ശിവാലയങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഗർഭഗൃഹമാണ് ഈ പ്രതിഷ്ഠയ്ക്ക് ചുറ്റുമായുള്ളത്. വാമനപുരാണത്തിൽ സ്ഥാണുലിംഗം, സ്ഥാണുതീർത്ഥം, സ്ഥാണു സരോവരം എന്നിവയെപ്പറ്റിയുള്ള പരാമർശമുണ്ട്. AD 1670 9ാമത്തെ സിഖ് ഗുരുവായിരുന്ന ഗുരു തേജ് ബഹാദൂർ ഇവിടെ വന്ന് കുറെ നാൾ താമസിച്ചിരുന്നു. അവിടെ ഇന്നൊരു ഗുരുദ്വാര നിർമ്മിച്ചിട്ടുമുണ്ട്. പരമശിവൻ തന്റെ മനസ്സിന്റെ ചാഞ്ചല്യമകറ്റാൻ ഇവിടെ തപസ്സനുഷ്ഠിച്ചു എന്ന് പറയപ്പെടുന്നു. ബ്രഹ്മസരോവര തീരത്ത് യാഗം നടത്തി സൃഷ്ടിയുടെ രചന തുടങ്ങിയ ബ്രഹ്മാവും സൃഷ്ടിയുടെ വിസ്താരത്തിനായി ഇവിടെ തപസ്സനുഷ്ഠിച്ചിരുന്നു. സൃഷ്ടിയുടെ പരിപാലനത്തിന് മഹാവിഷ്ണുവും ഈ സരോവര തീരത്ത് തപസ്സനുഷ്ഠിച്ചുവെന്ന് ലിംഗപുരാണം പറയുന്നു. രാവണനും ത്രേതായുഗത്തിൽ ഇവിടെ എത്തി ശിവാരാധന നടത്തി. അങ്ങനെ ത്രിമൂർത്തികളും ഋഷിമാരും യോദ്ധാക്കളും തങ്ങളുടെ അഭീഷ്ടസിദ്ധിക്കായി തപസ്സനുഷ്ഠിച്ച സ്ഥലമാണ് ഈ സ്ഥാണുകേശ്വർ. ഇവിടെയുള്ള ഈ സരോവരം മുൻപ് ബ്രഹ്മസരോവരം പോലെ വളരെ വലുതായിരുന്നു എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. ഇന്നത് വളരെ ചെറിയ ഒരു കുളമായി മാറിയിരിക്കുന്നു.
ആ വെളുത്തു കാണുന്നതാണ് ഗുരുദ്വാര. ഇദ്ദേഹമാണ് ക്ഷേത്ര മഹന്ത്. होता है झगड़ा भी हो जाएगा तब भी तुम कलाम नहीं करेगा और रिस्पेक्ट सही बात है. ഇപ്പോഴെത്തിയിരിക്കുന്നത് ബ്രഹ്മസരോവരത്തിന് അടുത്തു തന്നെയുള്ള സന്നിഹിത് സരോവരത്തിലേക്കാണ്. മഹാവിഷ്ണുവിന്റെ വാസസ്ഥാനമായി ഈ സരോവരം അറിയപ്പെടുന്നു. സപ്തസിന്ധുക്കളിലെ ജലം ഈ തടാകത്തിൽ സന്നിഹിതമാകുന്നു എന്ന വിശ്വാസത്തിലാണ് സന്നിഹിത സരോവരം എന്ന് അറിയപ്പെടുന്നത്. ഇതിന്റെ കരയിലും ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. ലക്ഷ്മി നാരായണ ക്ഷേത്രമാണ് ഈ കാണുന്നത്. ഗണേശനും കുബേരനും ഉപപ്രതിഷ്ഠകളായുണ്ട്. സൂര്യനാരായണന്റെ പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിനകത്ത്. മരണമടഞ്ഞ ആത്മാക്കൾക്ക് നിത്യശാന്തി ലഭിക്കുവാനുള്ള കർമ്മങ്ങളും ഈ തീരത്ത് നടന്നുവരുന്നു. അമാവാസിക്കോ ഗ്രഹണ സമയത്തോ ഈ സരോവര സ്നാനം കൊണ്ട് അശ്വമേധ യജ്ഞം നടത്തിയ ഫലം സിദ്ധിക്കുമെന്നാണ് വിശ്വാസം. നാരായണനായി ഇങ്ങനെ ഒരു സ്തംഭം പണിതിരിക്കുന്നു. ഈ ക്ഷേത്ര പരിസരങ്ങൾക്ക് ചുറ്റുമായി കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള പുരോഹിതന്മാരുടെ ചെറിയ ചെറിയ ഓഫീസുകൾ ധാരാളമായുണ്ട്. അല്പം മാറി ഒരു ശിവക്ഷേത്രമുണ്ട്. ശിവലിംഗമാണ് പ്രതിഷ്ഠ. കുരുക്ഷേത്രത്തിൽ